ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ജ്യോതിഷം ഒരു അത്ഭുത ശാസ്ത്രം, പക്ഷേ ജ്യോതിഷികളോ? ഭാരതത്തിൻ്റേത് ഒരു വൈദിക സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കണമെങ്കിൽ വേദങ്ങൾ അറിയണം. എന്നും നമ്മുടെ ആയുധം അറിവാണ്. പലരുടെയും കടന്നുകയറ്റം ഈ അറിവിനെ നശിപ്പിച്ചാൽ ഭാരതത്തെ നശിപ്പിക്കാം എന്ന് കണക്കുകൂട്ടി. അവർക്കെല്ലാം ഒരു പരിധിവരെ അതിൽ വിജയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഭാരതം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതാം. വേദങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വേദാംഗങ്ങൾ അറിയേണ്ടതുണ്ട്. വേദാംഗങ്ങൾ 6 എണ്ണമാണുള്ളത്. ശിക്ഷ, നിരുക്തം, വ്യാകരണം, കൽപ്പം, ഛന്ദസ്, ജ്യോതിഷം. വേദപഠനത്തിന് ജ്യോതിഷം അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കാം. ജ്യോതിഷത്തിൻ്റെ മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി പരശര, ജ്യോതിഷത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വരാഹമിഹിരൻ, ജൈമിനി, 18 സിദ്ധന്മാർ, ഇവരെല്ലാം വലിയ സംഭാവനകൾ ഈ ശാസ്ത്രത്തിന് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ എത്ര ജന്മം വേണമെന്ന് മാത്രമേ സംശയമുള്ളൂ. ഒരു സാധാരണക്കാരന് ഈ ശാസ്ത്രം ആവശ്യമുണ്ടോ? വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പോലെ സമുദ്രത്തിലെ വെള്ളം കുടിച്ചു വറ്റിക്കാം, ഈ മലയെ ഇടിച്ചു നിരത്താം എന്ന ആത്മഫലമുള്ള ഒരാൾക്ക് ശാസ്ത്രസത്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ്? എവിടെയെങ്കിലും അല്പം ആശ്വാസം കിട്ടുമോ എന്ന് തേടും. അത്തരം വ്യക്തികളോട് പറയാനുള്ളത്, പ്രകാശം കണ്ട ഈയാമ്പാറ്റയുടെ അവസ്ഥ ആവരുത്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ പറയുമായിരുന്നു, ഒരു അലോപ്പതി ഡോക്ടറെ സമീപിച്ച ഒരു വ്യക്തിക്ക് അസുഖം മാറിയില്ലെങ്കിൽ ഡോക്ടറെ പഴി പറയും, അലോപ്പതി മെഡിസിനെ പറയില്ല. അതേസമയം ആയുർവേദമാണെങ്കിലോ വൈദ്യനെ പറയില്ല, ആയുർവേദം എന്ന ശാസ്ത്രത്തെ പറയും. ഇതേ സംഭവമാണ് ജ്യോതിഷത്തിലും. അറിവില്ലായ്മ കൊണ്ട് ജ്യോതിഷിക്ക് തെറ്റുവരാം, ഈ ശാസ്ത്രം ഒരിക്കലും തെറ്റില്ല. ഇന്ന് ധാരാളം സോഫ്റ്റ്വെയർ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ വളരെ കൃത്യമായിരിക്കും. പക്ഷെ പ്രവചനം നടത്താൻ മനുഷ്യന്റെ ബുദ്ധി തന്നെ വേണം. ഇന്ന് മാധ്യമങ്ങളുടെ പ്രസരണം കൂടുതലാണ്. സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു ജ്യോതിഷിയെ സമീപിക്കുമ്പോൾ അത്യാവശ്യം ഈ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോയാൽ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാം. 1-2 ഉദാഹരണം വ്യക്തമാക്കാം. നമ്മുടെ ജാതകത്തിലെ ഗുളികന്റെ പൊസിഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റാറുണ്ട്. പാരമ്പര്യ ജ്യോതിഷപ്രകാരം പഞ്ചാംഗം ഉപയോഗിച്ച് കൃത്യമായി ഗുളികസ്ഥാനം കണ്ടുപിടിക്കുമ്പോൾ 5-ാം ഭാവത്തിലാണ് വരുന്നത് എന്ന് കരുതുക. സോഫ്റ്റ്വെയറിൽ 6-ലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇത് മനസ്സിലാക്കാത്ത സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ച് ഫലം പറയുന്ന ഒരു ജ്യോതിഷിയുടെ അടുത്തേക്കാണ് നാം പോകുന്നതെങ്കിൽ 6-ൽ ഗുളികനുണ്ടെന്നും അത് പ്രശ്നമാണെന്നും അതിനു വേണ്ട പൂജയും പരിഹാരവും നമുക്ക് പറഞ്ഞു തരുന്നു. ഇതുകൊണ്ട് നമ്മുടെ ഭയം ഒന്നുകൂടും എന്നല്ലാതെ പരിഹാരമാവുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്. വേറൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ മുൻജന്മത്തെ കുറിച്ചറിയാൻ D60 ടൈപ്പ് ചെയ്താൽ മതി. ഷഷ്ടിയാംശം എന്ന് പറയും. 2-3 മിനിറ്റ് വ്യത്യാസം വന്നാൽ തന്നെ ലഗ്നം മാറിപ്പോകും. ഒരു കുഞ്ഞ് ആദ്യം എടുക്കുന്ന ശ്വാസം, അതാണ് ലഗ്നം. അതിൽ 3 മിനിറ്റ് മുൻപോ പിൻപോ വന്നാലും രാശി ചാർട്ട് D1 ചാർട്ടിൽ വ്യത്യാസം വരുന്നില്ല. രാശിയുടെ അന്ത്യത്തിൽ ജനിക്കുന്നവർക്ക് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പക്ഷെ D60യിൽ ആക്യുറേറ്റ് ടൈം കൊടുത്തില്ലെങ്കിൽ 3 മിനിറ്റ് വ്യത്യാസപ്പെട്ടാലും പ്രവചനം കംപ്ലീറ്റ് തെറ്റും. ജ്യോതിഷം ഒരു അത്ഭുത ശാസ്ത്രം തന്നെയാണ്. പക്ഷെ ജ്യോതിഷികളെ സമീപിക്കുമ്പോൾ അത്യാവശ്യം ഇതിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.